അടിയന്തരാവസ്ഥാ ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൊറാർജി ദേശായി, ജഗ്ജീവൻ റാം, അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ മൻ കി ബാത്തിൽ കേൾപ്പിച്ചു. അടിയന്തരാവസ്ഥയെ ഭാരതീയർ ഒറ്റക്കെട്ടായി നേരിട്ടെന്നും പ്രധാനമന്ത്രി. ഭാരതം ഇനി ട്രക്കോമ വിമുക്ത രാജ്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അറിയിച്ചു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ അക്കാലത്ത് നടന്ന ജനാധിപത്യ ധ്വംസനങ്ങളെ എടുത്തുപറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത്. മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, ജഗ്ജീവൻ റാം എന്നിവരുടെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച പ്രസംഗങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പങ്കുവച്ചു. आखिर ये जो जुल्म हुआ 2 साल तक, जुल्म तो 5-7 साल से शुरू हो गया था, मगर वो शिखर पर पहुंच गया है 2 साल में, जब इमरजेंसी लोगों पर ठोक दी और अमानुषी बर्ताव लोगों के साथ किया गया। लोगों के स्वतंत्रता के हक छीन लिए गए, अखबारों को कोई स्वतंत्रता न रही, न्यायालय बिल्कुल निर्बल बना दिए गए और जिस ढंग से 1 लाख से ज़्यादा लोगों को जेल में बंद कर दिए और फिर अपने मनमानी राज की ओर से होती रही, उसकी मिसाल दुनिया के इतिहास में भी मिलना मुश्किल है। साथियों, ये आवाज देश के पूर्व प्रधानमंत्री श्रीमान मोरारजी भाई देसाई की है। उन्होंने संक्षेप में लेकिन बहुत ही स्पष्ट तरीके से इमरजेंसी के बारे में बताया। बाबू जगजीवन राम जी ने इस बारे में बहुत ही सशक्त तरीके से अपनी बातें रखी थी। बहनों और भाइयों, पिछला चुनाव नहीं था, भारत की जनता का एक महान अभियान था। उस समय के परिस्थितियों को बदल देने का, तानाशाही के धारा को मोड़ देने का और भारत में प्रजातंत्र की बुनियाद को मजबूत कर देने का। अटल जी ने भी तब अपने ही अंदाज में जो कुछ कहा था वो भी हमें जरूर सुनना चाहिए। बहनों और भाइयों, देश में जो कुछ हुआ उसे केवल चुनाव नहीं कह सकते। एक शांतिपूर्ण क्रांति हुई है। लोक शक्ति की लहर ने लोकतंत्र की हत्या करने वालों को इतिहास के कूड़ेदान में फेंक दिया है। അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന നിശ്ചലമാക്കിയത് മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയെ കളിപ്പാവയുമാക്കി. മിസ നിയമം വഴി പലരെയും അനാവശ്യമായി ജയിലിലാക്കി. പക്ഷേ ഭാരതത്തിലെ ജനത മുട്ടുമടക്കിയില്ല, നട്ടെല്ലു വളച്ചില്ല. ജനാധിപത്യം വിജയം വരിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ പടോദ ഗ്രാമത്തിൽ നടക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ അദ്ദേഹം പരാമർശിച്ചു. കാർബൺ ന്യൂട്രൽ ഗ്രാമമാണ് പടോദ. മാലിന്യങ്ങൾ പുറത്തുവിടാതെ അവിടെ തന്നെ അവർ സംസ്കരിക്കുന്നു. മലിനജലവും സംസ്കരിക്കാൻ വിധേയമാക്കുന്നു. മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മരങ്ങൾ നടുന്നതുൾപ്പെടെ അവിടെ പരിഷ്കാരങ്ങളായി നടപ്പാക്കുന്നുവെന്നും പ്രധാനമന്ത്രി പരാമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം.